നിങ്ങൾ എപ്പോഴും വിക്കാറുണ്ടോ എന്ന് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ, ഇല്ല, സംസാരിക്കുമ്പോൾ മാത്രമേ വിക്കാറുള്ളൂ എന്നാണ് നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി എം.എസ്. നമ്പൂതിരിപ്പാട് പറഞ്ഞത്. ചെറിയ പ്രായത്തിൽ തന്നെ വിക്ക് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഭേദമാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള ചികിത്സയും പരിചരണവും നൽകിയാൽ വിക്ക് മാറ്റിയെടുക്കാൻ കഴിയും. വിക്ക് പല രീതിയിലുണ്ട്. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യത്തെ വാക്ക് വീണ്ടും വീണ്ടും പറഞ്ഞ് റിപ്പീറ്റേഷൻ എന്ന് പറയും. അതുപോലെ ചില ആൾക്കാർക്ക് ആദ്യത്തെ വാക്ക് പ്രൊലോങ് ചെയ്യുക, ആദ്യത്തെ വാക്ക് പപ്പ എന്ന് പറയുകയാണെങ്കിൽ പപ്പാ എന്നുള്ള രീതിയിൽ ആദ്യത്തെ വാക്ക് നീട്ടി പറയുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെ പല രീതിയിലും വിക്ക് ഉണ്ടാവാറുണ്ട്. ഈ വിക്ക് തന്നെ പിന്നീട് അത് മാനറിസമായിട്ട് മാറും. അവർ കണ്ണിൻ്റെ മുഖത്തിൻ്റെയൊക്കെ പ്രത്യേക ചലനങ്ങൾ, കഴുത്തിൻ്റെയും ബോഡിയുടെയൊക്കെ ചലനങ്ങളായിട്ട് വരാറുണ്ട്. ഇങ്ങനെ വിക്ക് കൂടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പുറത്ത് ഒരു പബ്ലിക് പൊതുവേദികളിലൊക്കെ പോകാനൊക്കെ പ്രയാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിക്ക് എന്നുള്ളത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ്. അപ്പം വിക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ സ്റ്റട്ടറിങ് എന്ന് പറയും. സ്റ്റട്ടറിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അതാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അതിലാണ് റിപ്പീറ്റേഷൻ, പ്രൊലോങ്ങേഷൻ എന്നൊക്കെ ഉള്ള വിഭാഗം ഉള്ളത്. രണ്ടാമതാണ് ക്ലട്ടറിങ് എന്ന് പറയും. അതുപോലെ ഫാസ്റ്റായിട്ട് സംസാരിക്കും, ഒന്നും മനസ്സിലാവില്ല, വളരെ സ്പീഡായിട്ട് ഒരു പിടുത്തം കിട്ടാത്ത രീതിയിലുള്ള സ്പീഡിൽ പോകുന്ന ക്ലട്ടറിങ് എന്നുള്ള സംസാരമുണ്ട്. സാധാരണഗതിയിൽ ഇത് ആൺകുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. 4 ആൺകുട്ടികൾ വരുമ്പോൾ ഒരു പെൺകുട്ടിക്കാണ് സാധാരണ 4:1 ഇതിൻ്റെ അനുപാതം ഉള്ളത്. മിക്കവാറും ആദ്യത്തെ ആൺകുട്ടികൾക്കാണ് ഇത് കൂടുതൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കാണുന്നത്. അതൊരു പെർഫോമൻസ് ആങ്സൈറ്റിയുടെ ഭാഗം കൂടിയായിട്ടാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വേദിയിലേക്ക് 2 വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ചെറിയ ആൾക്കാർക്കെങ്കിലും, നമ്മൾ പലർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും. വേണ്ടത്ര രീതിയിൽ ഒരു പക്ഷേ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി എന്നുള്ള നിലക്ക് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട്, നമ്മൾ ഈ ആദ്യത്തെ ആൺകുട്ടി വളരെ രക്ഷിതാക്കളും മറ്റുള്ളവരൊക്കെ ചുറ്റും നിന്ന് വളരെ സൂക്ഷ്മമായിട്ട് ഈ കുട്ടിയുടെ പെർഫോമൻസ്, സംസാരം നിരീക്ഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ലേ എന്നുള്ളൊരു തോന്നൽ അവർ കുട്ടിക്ക് ഉണ്ടാവാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു 3 മാസമൊക്കെ നമുക്കൊന്ന് നിരീക്ഷിക്കാം. നമ്മൾ ഉടനെ ഒരു ഡോക്ടറെ അടുത്ത് ഓടിപ്പാഞ്ഞ് പോകുന്നതിന് പകരം നമ്മൾ ഇത്തരം ഒരു വിക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കൂടുതൽ അതിനൊരു ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതൊരു നോർമലായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. നമ്മുടെ കുട്ടി മുന്നിൽ നിന്ന് വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുഖഭാവം പോലും മാറ്റം വരുത്താതെ, മറ്റുള്ള ആൾക്കാരോട് പറയാതെ നമ്മളത് വളരെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ആദ്യത്തെ 2-3 മാസം നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടും മാറ്റം കാണുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള തെറാപ്പി രീതികളുണ്ട്. അപ്പോൾ ഓരോന്നിനും നോക്കിയിട്ട് എന്ത് തരത്തിലുള്ള വിൽക്കാൻ നോക്കിയിട്ട് അവരുടെ സാഹചര്യങ്ങളൊക്കെ നോക്കി കൃത്യമായിട്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കുട്ടിക്ക് തെറാപ്പി ടെക്നിക്കിലൂടെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് വളരെ സ്പീഡായിരിക്കും മിക്കവാറും സംസാരിക്കുക. അപ്പോൾ ഒന്ന് സ്ലോ ആയിട്ട് സംസാരിക്കാൻ പറയുക. ഫസ്റ്റ് വാക്കിനാണ് പ്രയാസം വരിക. സാധാരണ തുടക്കത്തിൽ ഒരു റെപ്പിറ്റേഷനോ അല്ലെങ്കിൽ ഒരു പ്രൊലോങ്ങേഷനോ നീട്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് തുടങ്ങാനുള്ള ഒരു രീതിയാണ്. ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മളത് ഡീൽ ചെയ്യാറുള്ളത്. മറ്റ് ടെക്നിക്കുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ അത് വലിയൊരു വിഷയമായിട്ട് തുടക്കത്തിൽ എടുക്കരുത്. നമ്മൾ 2-3 മാസം നോക്കിയിട്ട് മാറ്റമില്ലെങ്കിൽ നമ്മളതിന് കൃത്യമായിട്ട് ഒരു ENT ഡോക്ടറെയും തെറാപ്പിസ്റ്റിനെയും കാണിച്ച് മാറ്റിയെടുക്കാം.